ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് കേക്ക്സ് ആൻഡ് ഫുഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അരിയൊന്നും അരയ്ക്കാതെ രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു നല്ലൊരു ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 കൈപ്പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് ഇളക്കി കൊടുക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ട, ഒരല്പം കട്ടിക്ക് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. കറി തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. ഈ ചട്നി ഇഡലിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ദോശയ്ക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് മാവിന് പകരം മൈദാമാവും വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. കൂടെ 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ദോശയുടെ പ്രത്യേകത എത്രത്തോളം വെള്ളം നമുക്ക് ചേർക്കാവോ അത്രത്തോളം ചേർത്തുണ്ടാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ ദോശ ശരിയാകത്തില്ല. വെള്ളം ഒരിക്കലും കുറഞ്ഞു പോകരുത്, കൂടിയാലും ഒരു കുഴപ്പവുമില്ല. നല്ല ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. നമ്മുടെ നീർദോശയുടെ ആ കൺസിസ്റ്റൻസി ആയിരിക്കണം ഈ ബാറ്ററിൻ്റേത്. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ദോശ പാനിൽ ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, 1 ടീസ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കട്ട കെട്ടാതെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ഈ ദോശ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്നൊന്ന് ഇളകി വരും. അപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം. എൻ്റെ ദോശപ്പാൻ ഇതുപോലെ പരന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ദോശപ്പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ തയ്യാറാക്കിയ ദോശമാവിൻ്റെ പാകം കറക്റ്റാണെന്നറിയാനായിട്ട് ഇതുപോലെ കല്ലിൽ ഒഴിക്കുമ്പോൾ ഹോൾസ് വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഹോൾസ് വീണാൽ മാത്രമേ ഈ ദോശ നന്നായിട്ട് ഇളകി വരത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ദോശമാവിൻ്റെ പാകം കറക്റ്റല്ല. വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറയുമ്പോഴാണ് ഇത് ഹോൾസ് വീഴാത്തത്. അപ്പോൾ ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ വീണ്ടും ഒന്ന് ലൂസാക്കി എടുക്കുക. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്.
ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മുരിച്ചെടുക്കാം. ഓരോ തവണ ദോശ ചുടുമ്പോഴും ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദോശ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ദോശ തയ്യാറായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം. അതുകൊണ്ട് വെള്ളമൊക്കെ നോക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫ്ലോപ്പ് ആവാതെ തന്നെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ. ഈ ബാറ്റർ അത്രത്തോളം ലൂസായിട്ടിരിക്കണം. അതുകൊണ്ടാണ് അത് കൂടെ എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.